ജക്കവും വരുമോ മഞ്ജു വാര്യർ വരുമോ അങ്ങനെ പല ചോദ്യങ്ങൾ ഇപ്പൊ തന്നെ കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും താരങ്ങൾ പ്രചരണം ഞാൻ അതിനെ ആരെയും നിർബന്ധിക്കില്ല, ആരെയും നിർബന്ധിക്കുന്നില്ല. കാരണം അത് നമ്മുടെ ഒരു അങ്ങനെ ഒരു ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു ഘടകമല്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇത് ചിലപ്പോൾ അവരിതിന്റെ പേരിൽ പലതരത്തിൽപ്പെട്ട നമ്മുടെ സൈബർ ഇടങ്ങളിലേക്ക് ഒരു അവസ്ഥ അറിയില്ല. അവരെന്റെ പേരിലൊരു ചീത്ത കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, ഒരിക്കലും നിർബന്ധിക്കുകയില്ല. ജക്കവും വരുമോ മഞ്ജു വാര്യർ വരുമോ അങ്ങനെ പല ചോദ്യങ്ങൾ ഇപ്പൊ തന്നെ കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും താരങ്ങൾ പ്രചരണം ഞാൻ അതിനെ ആരെയും നിർബന്ധിക്കില്ല, ആരെയും നിർബന്ധിക്കുന്നില്ല. കാരണം അത് നമ്മുടെ ഒരു അങ്ങനെ ഒരു ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു ഘടകമല്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇത് ചിലപ്പോൾ അവരിതിന്റെ പേരിൽ പലതരത്തിൽപ്പെട്ട നമ്മുടെ സൈബർ ഇടങ്ങളിലേക്ക് ഒരു അവസ്ഥ അറിയില്ല. അവരെന്റെ പേരിലൊരു ചീത്ത കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, ഒരിക്കലും നിർബന്ധിക്കുകയില്ല. UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നു. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് പാലക്കാട്ട് രമേശ് പിഷാരടിയെ പ്രഖ്യാപിക്കുന്നു. ആ രമേശ് പിഷാരടിയെ പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ പിറ്റേ ദിവസമാണ് രമേശ് പിഷാരടി പാലക്കാട്ടേക്ക് എത്തുന്നത്. അപ്പോൾ ആ നിമിഷം വരെ ചില ചോദ്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നു, ചില ആശങ്കകൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രമേശ് പിഷാരടി പാലക്കാട്ട് എത്തിയപ്പോൾ ആ ആശങ്കകളൊക്കെ അങ്ങനെ തന്നെ സ്വമേധയാ വഴിമാറിപ്പോയി എന്നുള്ളതാ. പിന്നെ ആ ചോദ്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നില്ല. രമേശ് പിഷാരടി പാലക്കാട്ടേക്ക് എത്തുന്നതോടുകൂടി രമേശ് പിഷാരടി കളം നിറയുന്ന ഒരവസ്ഥയാണ് കണ്ടത്. അത് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടം രമേശ് പിഷാരടിക്ക് വേണ്ടി വോട്ട് ചോദിച്ച് പാലക്കാടിൻ്റെ മണ്ണിലിറങ്ങി ഒരു ഘട്ടം ആദ്യഘട്ടത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് രമേശ് പിഷാരടിക്ക് വോട്ട് ചോദിക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. അതോടുകൂടി പിന്നെ ഉണ്ടായിരുന്ന ചോദ്യങ്ങളും അവസാനിച്ചു. ആ ചോദ്യങ്ങൾ എല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് രമേശ് പിഷാരടിക്ക് വോട്ട് ചോദിച്ച് ഇറങ്ങിയതോടുകൂടി എല്ലാ ചോദ്യങ്ങളും അസ്ഥാനത്താണ്, ഈ ചോദ്യങ്ങളൊന്നും പ്രസക്തമല്ല എന്നുള്ള ഒരു രീതിയിലേക്ക് പാലക്കാട്ടെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അങ്ങ് മാറി മറിഞ്ഞു. അത് കഴിഞ്ഞ് മെനിഞ്ഞാന്ന് രമേശ് പിഷാരടിയുടെ നോമിനേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് VK ശ്രീകണ്ഠൻ ഇടത്തും വലത്ത് ഷാഫി പറമ്പിൽ കൂടി എത്തിയതോടുകൂടി തെരഞ്ഞെടുപ്പ് ചിത്രം ഒന്നുകൂടി വ്യക്തമായി എന്നുള്ളതാണ്. അപ്പോഴും നമ്മുടെ മുന്നിൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് പിന്നെ എന്തായിരുന്നു, ഇനി എത്രയാണ് ഭൂരിപക്ഷം? 2024 ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ച ഭൂരിപക്ഷം മറികടക്കുമോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പിന്നെ മനസ്സിൽ വന്നത്. ഇന്നലെ തോമസ് ഐസക് എന്ന് പറയുന്ന ഒരു വിദ്വാനും അതുപോലെ തന്നെ വേറെ ഒരു ചങ്ങാതിയും, അവൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അത്ര പേര് പറയാൻ മാത്രം ഇല്ല താനും, അങ്ങനെ ഒരുത്തൻ മറ്റൊരു ഭാഗത്തും, ഒരുത്തൻ എറണാകുളത്ത് നിന്ന്, ഒരുത്തൻ തോമസ് ഐസക്, മറ്റൊരാൾ ഈ പറയുന്ന പാലക്കാട്ടെ സ്പിരിറ്റ് മാഫിയയുടെ തലവനായിട്ടുള്ള സുരേഷ് ബാബുവാണ്, ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സുരേഷ് ബാബു. ആരുടെ ജില്ലാ സെക്രട്ടറി? CPMന്റെ അന്തംഗമ്മികളുടെ തീട്ടം നക്കുന്ന അന്തംഗമ്മികളുടെ വരിയിൽ ആദ്യം നിൽക്കുന്ന വ്യക്തി. അങ്ങനെയാണല്ലോ, തീട്ടം നക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ വരി നിൽക്കും, ക്യൂ നിൽക്കും. ആ ക്യൂ നിൽക്കുമ്പോൾ ആ ക്യൂവിൽ അവിടെയും കൺസിഡറേഷൻ ഉണ്ട്. ആ കൺസിഡറേഷൻ പ്രകാരം ക്യൂ നിൽക്കുമ്പോൾ ആ ക്യൂവിൻ്റെ മുന്നിൽ നിൽക്കുന്ന സുരേഷ് ബാബു. അങ്ങനെ ഈ 3 പേര് ചേർന്നിട്ട് എന്തുണ്ടാക്കി? രമേശ് പിഷാരടിയുടെ ഭൂരിപക്ഷം ഒരു 5 അക്ക നമ്പറിലേക്ക് എത്തുമെന്നുള്ളത് ഒരു സംശയവുമില്ലാതെ മിനിമം 5 അക്കത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചു എന്നുള്ളതാണ്. ഇനി നമ്മുടെ ചോദ്യം, ഈ 5 അക്കത്തിൻ്റെ ആദ്യത്തെ അക്കം 1 ആണോ 2 ആണോ എന്നുള്ളതാണ് ഇനി ചോദ്യം. അത് എത്രയോ ആവട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. പിഷാരടി തന്നെ പറഞ്ഞതുപോലെ 1-ാം സ്ഥാനത്ത് ഏത് പാറ്റേൺ എടുത്തു നോക്കിയാലും 1-ാം സ്ഥാനത്ത് UDF ആണല്ലോ. പിന്നെ ഇവിടെ 2-ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പാറ്റേൺ മത്സരത്തിൽ ആര് എന്നുള്ളത് നമ്മുടെ പരിഗണനാ വിഷയമേ അല്ല. പറഞ്ഞു വരുന്നത്, തോമസ് ഐസക് എന്ന് പറയുന്ന ഒരു ഭൂലോക ഫ്രോഡ്, ഒരു കോമാളി എന്നൊന്നും പറഞ്ഞാൽ പോരാ, ജനങ്ങളുടെ മുമ്പിലും കോമാളി, കെട്ടിയ ഭാര്യയുടെ മുമ്പിലും കോമാളിയായ തോമസ് ഐസക് എന്തുണ്ടാക്കി? 5000 വോട്ട് തോമസ് ഐസക് വക. ആർക്ക്? പിഷാരടിക്ക്. പിന്നെ ഈ പറയുന്ന തീട്ടം നക്കാൻ നിൽക്കുന്ന ക്യൂവിൽ ആദ്യം നിൽക്കുന്ന സുരേഷ് ബാബുവിൻ്റെ വക 5000. പിന്നെ ഞാൻ ഈ പറഞ്ഞ വേറൊരു ചങ്ങാതി ഉണ്ട്, ഒരു കോട്ടത്തലക്കാരൻ,
അവൻ്റെ വക ഇതുപോലെ 5,000-ലേക്ക് എത്തുന്ന രീതിയിൽ അവൻ്റെ വകയും. അതാണ് ഞാൻ പറഞ്ഞ 5 ഈ മാർജിൻ എന്ന് പറയുന്നത് 5 അതിൻ്റെ ആദ്യത്തത് 1 ആണോ 2 ആണോ എന്നുള്ളത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല. മനസ്സിലായില്ലേ? ഈ 5 രാഹുലിൻ്റെയും ഭൂരിപക്ഷം. അതിൻ്റെ ആദ്യത്തെ സംഖ്യ രാഹുലിന് 1 രമേശ് പിഷാരടിക്ക് 1 ആകുമോ 2 ആകുമോ എന്നുള്ളത് അത് നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് തോമസ് ഐസക്ക് വക 5, ഈ സുരേഷ് ബാബു 5, ഈ കോട്ടത്തല വക ഏറെക്കുറെ 5. ഭൂരിപക്ഷം ഒക്കെ ആയല്ലോ. ഏകദേശം പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആസ്പാസ് എത്തിയല്ലോ. പിന്നെ എല്ലാം കൂടിച്ചേരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ച 18,806 എന്നുള്ള ഫിഗറിൽ നിന്ന് മുകളിലേക്ക് പോയാലും ശരി, പോയിട്ടില്ലെങ്കിലും ശരി, അതിൻ്റെ ആസ്പാസ് എത്തിയാലും ശരി, എറൗണ്ട് അവിടെയൊക്കെ എത്തിയാലും ശരി, എന്തൊക്കെയാണെങ്കിലും ശരി, ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുക. ഇത് ചർച്ചയാവാനുള്ള കാരണം എന്താണെന്നറിയോ? പണ്ട് ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കൊല്ലത്താണ്, പാലക്കാട്ടല്ല. ആ കൊല്ലത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാൾ NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി നേരം പ്ലേറ്റ് മാറ്റിയിട്ട് UDF വന്നിട്ട് സ്ഥാനാർത്ഥിയാവുകയാണ്. NK പ്രേമചന്ദ്രൻ. അങ്ങനെ UDF സ്ഥാനാർത്ഥിയാവുന്നു. ആര്? NK പ്രേമചന്ദ്രൻ. എതിർ സ്ഥാനാർത്ഥിയായിട്ടാരാ? ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വീണ്ടാന്തരം കയറി ഇറങ്ങി പാത്രം കഴുകിയ ഒരു വ്യക്തിയുണ്ടല്ലോ. സാധാരണ നമ്മൾ ഈ വീടുകളിൽ രാവിലെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പഴയ സാധനങ്ങൾ കൊടുക്കാനുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ പല ആളുകളും വീട്ടിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ പോകുന്നതാണ് അല്ലേ? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മീൻ വണ്ടിയെങ്കിലും പോകുമല്ലോ, മീന് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം നടന്ന് പാത്രം കഴുകാനുണ്ടോ പാത്രം എന്ന് ചോദിച്ച് നേരെ കയറി അടുക്കളയിൽ പോയി പാത്രം കഴുകിയ ഒരു വിദ്വാനുണ്ട്. പോസ്റ്റ് എന്താ? അഖിലേന്ത്യാ സെക്രട്ടറി. ഏതാ പാർട്ടി ഞാൻ പറയുന്നില്ല. ആ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി ആയിരുന്നു. ആര്? ഈ പറയുന്ന പ്രേമചന്ദ്രൻ്റെ എതിർ സ്ഥാനാർത്ഥി, CPM സ്ഥാനാർത്ഥി, LDF സ്ഥാനാർത്ഥി. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കൊല്ലത്ത് മത്സരം നടക്കുക. അപ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇന്നലെ G സുധാകരനെ ചെറ്റ എന്ന് വിളിച്ച അതേ വിദ്വാൻ കൊല്ലത്ത് വന്നു. എന്തിനാ? പ്രചരണത്തിന് വന്നതാ. ആ പ്രചരണത്തിന് വന്നിട്ട് അതുവരെ കൊല്ലമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, കൊല്ലമെന്ന് പറഞ്ഞാൽ ഇവരുടെ കോട്ടയാണ്, സഖാക്കളുടെ കോട്ടയാണ്, അങ്ങനെയൊക്കെയാണ്. കണ്ണൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഖാക്കൾ എവിടെയാണ് ഉള്ളത് ചോദിച്ചാൽ അത് കൊല്ലത്തായിരിക്കും. ആ കൊല്ലത്ത് വന്നിട്ട് ബേബി ജയിക്കും, ഭൂരിപക്ഷം എത്രയുള്ളതെന്നാണ് ചർച്ചകൾ അതുവരെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വിദ്വാൻ വന്നിട്ട് ഇന്നലെ സുധാകരനെ ചെറ്റ എന്ന് വിളിച്ചതുപോലെ എന്താക്കി? പ്രേമചന്ദ്രനെ ഒരു വിളിച്ചു, പരനാറി എന്ന്. ആരാ വിളിച്ചത്? ഈ ചങ്ങായിയാ. കേരളം കണ്ട ഏറ്റവും വലിയ പരനാറിയും ചെറ്റയും കൂട്ടിക്കൊടുപ്പുകാരനും ഒക്കെ ഈ ചങ്ങാതിയാ, വിളിച്ച ചങ്ങാതി. അപ്പോൾ മഞ്ഞപ്പിത്തം ബാധിച്ചാൽ എല്ലാം കാണുന്നത് മഞ്ഞയായിട്ടാണെന്ന് പറയാറില്ലേ? അതുപോലെയാ. ഇയാൾ ചെറ്റയാണ്, അപ്പോൾ കാണുന്നവരെല്ലാം ചെറ്റയാണെന്ന് തോന്നും. ഇയാൾ പരനാറിയാണ്, കാണുന്നവരെല്ലാം പരനാറിയാണെന്ന് തോന്നും. ഇയാൾ ഭൂലോക ഉടായിപ്പാണ്, കാണുന്നവരെല്ലാം ഉടായിപ്പാണെന്ന് തോന്നും. ഇയാൾ കൂട്ടിക്കൊടുപ്പുകാരനാണ്, കാണുന്നവരെല്ലാം അതേ പണിയെടുക്കുന്നവരാണെന്ന് തോന്നും. അപ്പോൾ ഈ വ്യക്തി പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചു. നേരെ ട്വിസ്റ്റ്. അതുവരെ ഉണ്ടായിരുന്ന ചിത്രം നേരെ മാറിമറിയാ. പ്രേമചന്ദ്രൻ വലിയ മാർജിനിൽ ഈ പറയുന്ന ബേബി സഖാവിനെ അടിച്ച് നിലംപരിശാക്കുക. ഇപ്പോ തോമസ് ഐസക് എന്താക്കുന്നു? രമേശ് പിഷാരടിയെ കോമാളിയാക്കുന്നു, അധിക്ഷേപിക്കുകയാണ്. അപ്പം എനിക്ക് മനസ്സിലാവാത്തത്, ഞാൻ നേരത്തെയും നിങ്ങളോട് പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ ഒരു സ്ഥാനാർത്ഥിയുണ്ട്. ആരാ? സുധീർ കരമന. ചങ്ങാതിയുടെ റോൾ എന്താ സിനിമയിൽ? സിനിമാ നടനാണല്ലോ, പ്രധാനപ്പെട്ട നടനാണോ? സുരേഷ് ബാബു പറഞ്ഞു കേട്ടു, പ്രധാനപ്പെട്ട നടനല്ല രമേശ് പിഷാരടി എന്ന്. അയാളെ പ്രധാനപ്പെട്ട നടനെ പോലും നിയന്ത്രിക്കുന്ന സംവിധായകനാ ആര്? രമേശ് പിഷാരടി. അപ്പോൾ പ്രധാനപ്പെട്ട നടനല്ല രമേശ് പിഷാരടി എന്നാ പറഞ്ഞത്. എന്നാൽ പിന്നെ ആരാ പ്രധാനപ്പെട്ട നടൻ? കേരളത്തിൽ പ്രധാനപ്പെട്ട നടനുണ്ട്. ആരാണ്? 2 പേരാ ഉള്ളൂ. ഒന്ന് മമ്മൂട്ടി, ഒന്ന് മോഹൻലാൽ. ആ ലെവലിൽ നിൽക്കുന്ന മറ്റു വേറെ ആരാ ഉള്ളത്?
ആരുമില്ല. എന്തുകൊണ്ട് അവരെല്ലാം നടന്മാരല്ലാതെയാകുമോ? അഭിനേതാക്കളല്ലാതെയാകുമോ? സിനിമാ താരങ്ങളല്ലാതെയാകുമോ? ഇല്ലല്ലോ. അപ്പോ രമേശ് പിഷാരടി പ്രധാനപ്പെട്ട നടനല്ല എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സുധീർ കരമന ഏത് നടനാ? ഏത് വിധത്തിലുള്ള നടനാ? ഇനി അയാൾ ചെയ്ത റോളുകൾ നോക്ക്. ഒന്ന്, ഒരു കഞ്ചാവ് അടിച്ച് കിറിങ്ങി ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു റോള്, അല്ലെങ്കിൽ ഭൂലോക ആൽക്കഹോളിക് ആയിട്ടുള്ള റോള്, അല്ലെങ്കിൽ ഒരു പീഡക ബലാത്സംഗ വീരനായിട്ടുള്ള റോള്, കള്ളനായിട്ടുള്ള റോള്, കൊലപാതകിയായിട്ടുള്ള റോള്. ഈ റോളുകളൊക്കെ ഈ ചങ്ങായി ചെയ്യുന്നത്. അപ്പൊ ഇവനെന്താ വിളിക്കുക നമ്മള്? പീഡന വീരനെന്നോ, ബലാത്സംഗ വീരനെന്നോ, കൊലയാളി എന്നോ, ഡ്രഗ് അഡിക്റ്റ് എന്നോ, കള്ളനെന്നോ? സിനിമയിൽ കോമഡി ചെയ്താൽ, സിനിമയിൽ കൊലപാതകം ചെയ്താല് കൊലയാളി ആകണ്ടേ, കോമാളി ആവണ്ടേ, അതുപോലെ ഡ്രഗ് അഡിക്റ്റ് ആവണ്ടേ, കഞ്ചാവോളി ആവണ്ടേ, പീഡന വീരനാവണ്ടേ, ഭാര്യയെ പീഡിപ്പിക്കുന്നവരാവണ്ടേ? ആവണ്ടേ? അങ്ങനെ വിളിക്കുവോ സുധീർ കരമനയെ? ഇനി ഇതേപോലെ ഇവർ മത്സരിപ്പിച്ച മറ്റൊരു വ്യക്തിയുണ്ട്, മരിച്ചുപോയി. ആരാ? ഇന്നസെന്റ്. എന്താ വിളിക്കേണ്ടത്? കോമാളികളുടെ കോമാളി എന്നാണോ വിളിക്കേണ്ടത്? ഇനി വേറൊരു ചങ്ങാതിയുണ്ട്, അയാൾ സിനിമയിൽ മാത്രമല്ല റിയൽ ലൈഫിലും പെണ്ണുപിടിയനാ, മുകേഷ്. അവനെ എന്ത് വിളിക്കണം? പെണ്ണുപിടിയൻ എന്ന് വിളിക്കണോ? പൂവങ്കോഴി എന്ന് വിളിക്കണോ? എന്താ വിളിക്കേണ്ടത്? ഇപ്പൊ എന്താണെങ്കിലും ഇവരുടെ വിളി കാരണം ഒരു വലിയ മൈലേജ് രമേശ് പിഷാരടിക്ക് ലഭിച്ചു. അതാണ് ഞാൻ പറഞ്ഞ ഐസക്ക് വക 5, സുരേഷ് ബാബു വക ഒരു 5, 5 5 10, പിന്നെ ഈ പറയുന്ന കോട്ടത്തല വക ഏറെക്കുറെ 5, 15ആയോ? 5 + 5 + 5 15ആയല്ലോ. എവിടെ എത്തി? 18ന്റെ അടുത്തേക്ക് എത്തിയല്ലോ. മതിയല്ലോ, ജയിച്ചല്ലോ, മതി. അപ്പോ എന്താണെങ്കിലും അന്ന് പ്രേമചന്ദ്രന് മൈലേജ് ഉണ്ടാക്കി കൊടുത്തത് പിണറായി വിജയനാണെങ്കിൽ ഇന്ന് പിഷാരടിക്ക് മൈലേജ് ഉണ്ടാക്കി കൊടുത്തതും ഈ തോമസ് ഐസക്കും ഈ സുരേഷ് ബാബുവും പിന്നെ ആ കോട്ടത്തലയും തന്നെയാണ് എന്നുള്ളതാണ്.